ട്രഡീഷണൽ സ്വീറ്റ് സ്നാക്കാണ് കിണ്ണത്തപ്പം. ഈ ഒരു സ്നാക്കിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളിത് ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രുചി ഒന്നുകൂടെ കൂടും. നമുക്ക് റെസിപ്പി കണ്ടാലോ? അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 20 ചക്കച്ചുള അതിൻ്റെ കുരുവൊക്കെ മാറ്റി എടുത്ത് വെച്ചേക്കാണ്. നല്ല വരിക്ക ചക്കയുടെ ചുളയാണ്. നല്ല മധുരമുള്ള ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് ചക്കയുടെ മധുരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തത്. നമുക്ക് ഹെൽത്തി ആക്കണമെങ്കിൽ ശർക്കര ചേർത്താൽ മതി. ശർക്കര എടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തണുപ്പിക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുക. ഇത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ഇതുപോലെ നല്ല സ്മൂത്താക്കി അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ. ഞാനൊരു 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. മീഡിയം തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഒരു 3 കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ചേർക്കുന്നില്ല, ഒരു പകുതിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ. പകുതി നമുക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിപ്പൊടി ചേർക്കാം. 1/4 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി, റോസ്റ്റഡ് അരിപ്പൊടിയാണ്. അത് മുഴുവൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇല്ല കേട്ടോ, 1/2 ടീസ്പൂണിന് താഴെയേ ഉള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ മാവ് നല്ല കട്ടിയായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. നമ്മുടെ മാവിന് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ മുഴുവൻ ഒഴിച്ചു കൊടുത്തു. അടിയിൽ ആ ബ്രൗൺ പോർഷനൊക്കെ ഇല്ലേ തേങ്ങയുടെ, അതങ്ങ് റിമൂവ് ചെയ്യാം. നമ്മളെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേ നല്ലൊരു യെല്ലോ കളറിൽ കിട്ടത്തില്ല. ഇത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒന്ന് അടിച്ചെടുത്തു. ഇനിയും ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 6-7 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത മാവ് ഒരു അരിപ്പയിലൂടെ അരിച്ച് ബോളിലേക്ക് ചേർക്കാം. അപ്പോൾ എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്ത് മാറ്റാം. തരിയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പം നല്ല സ്മൂത്ത് ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതും നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പശുമ്പാൽ വെച്ച് ചെയ്യാം. പശുമ്പാൽ വെച്ച് ചെയ്താൽ ടെക്സ്ചർ വൈസ് ഒക്കെ സിമിലർ ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് തേങ്ങാപ്പാൽ എടുക്കുമ്പോഴാണ്, തേങ്ങാപ്പാൽ ഇട്ട് ചെയ്യുമ്പോഴാണ് രുചി. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. പിന്നെ ഈ ഒരു കിണ്ണത്തപ്പത്തിൽ ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർക്കുന്നില്ല. ചിലർ അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ വറുത്ത് ചേർക്കും. ചിലർ കടലപ്പരിപ്പൊക്കെ വേവിച്ച് ആഡ് ചെയ്യും. ഞാനിപ്പം പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ മോൾക്കൊക്കെ എന്തെങ്കിലും കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ അങ്ങ് ചെയ്യുകയാണ്. കണ്ടോ, ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതൊരു 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പം വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി നോക്കുക. മാവ് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. ഇതുപോലെ ലൂസായിരിക്കണേ മാവ്. ഇനി ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. നിറച്ച് ഒഴിക്കേണ്ട, ഒരു പകുതി വരെ നിൽക്കുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ ഇഡ്ഡലി സ്റ്റീമറിൽ സ്റ്റീം ചെയ്ത് എടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പം തുറന്ന് നമ്മുടെ കയ്യിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കമ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കുക കേട്ടോ, വെന്തിട്ടൊന്ന്. അല്ലെങ്കിൽ മേളിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഒരു 3 കിണ്ണത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കിണ്ണത്തപ്പമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാനതിപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിക്ക് ഉണ്ടാക്കല്ലേ. ആ പ്ലേറ്റിൻ്റെ ഒരു പകുതി പോലും വേണ്ട, അത്രയും മാവേ ഒഴിക്കാം. ഒരു 3 തവി, നല്ല വലിയ തവിയൊക്കെ ആണെങ്കിൽ ഒരു 3 തവി മാവൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് കിണ്ണത്തപ്പം കിട്ടും. ഇതിൻ്റെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ടെക്സ്ചറാണ്. അധികം മധുരം ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. ഞാൻ അധികം മധുരം കഴിക്കുന്ന ഒരാളല്ല, ഒരു സ്വീറ്റ് ലവറല്ല. എന്നാലും എനിക്ക് ഈ ഒരു
ഡിഷ് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വായിലിട്ട് കൊടുത്താൽ മതി, അതങ്ങ് അലിഞ്ഞു പോയിക്കോളും. അത്ര ടേസ്റ്റിയാണ്. ഈവൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ വട്ടയപ്പം പോലൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കില്ലേ? നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.